മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഞാൻ മറുപടി വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇപ്പോൾ 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ചു കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നുള്ളതാണ്. ആ 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതതെന്ന് അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നുണ പറഞ്ഞപ്പോൾ ഞാനത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾ നിയമസഭയിൽ തന്ന ഉത്തരം വെച്ച് അതല്ലാന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിച്ചു, ഇല്ലേ? അദ്ദേഹം പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാമർശവും ഇല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും. ഇപ്പോൾ എന്താ പറയുന്നത്, SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ ഞങ്ങൾ എന്തിനാ അത് വേണ്ടാന്ന് പറയണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടി UDF പിന്തുണ കൊടുത്തപ്പോൾ ഇതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. UDF പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നമാണ്, മതരാഷ്ട്രവാദികളാണ്. 40 കൊല്ലം അവരെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതിന് ശേഷം അപ്പോൾ മതേതരവാദികളും ഞങ്ങളേക്ക് പിന്തുണ കൊടുത്തപ്പോൾ വർഗീയവാദികളും ആയി മാറ്റി. അപ്പോൾ SDPI മതേതരവാദവും SDPI വർഗീയവാദവും ഒന്നും അല്ല പ്രശ്നം. SDPI പിന്തുണ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറയണമെന്ന്. UDF വേണ്ടാന്ന് പറയുന്നു. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് ഇന്നും SDPIയുടെ പത്രസമ്മേളനത്തിൽ അവരെന്നെയാണ് വ്യക്തിപരമായി ആക്രമിച്ചത്. ഞാനത് പറഞ്ഞു. ഞാൻ UDFന്റെ തീരുമാനം പത്രസമ്മേളനം നടത്തി പറയുകയാണ് ചെയ്തത്. SDPIയുടെ പിന്തുണ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൂട്ടർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച ആദ്യത്തെ മുന്നണിയാണ് UDF. മുഖ്യമന്ത്രി അത് മറന്നു പോകണ്ട, മുഖ്യമന്ത്രി അതിനെ ഓർമ്മപ്പെടുത്താം. മുഖ്യമന്ത്രി ഇപ്പോ എവിടെ എത്തിയിരിക്കുന്നു? അവസരവാദത്തിന്റെ ആൾരൂപമായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പൊ എന്താ, RSSുമായി ചില സമയത്ത് കൂടും, ചില സമയത്ത് കൂടില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒന്ന്, SDPIയുമായി അവർ നമ്മളെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പം എന്നിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പൊ SDPIയുമായി മുഖ്യമന്ത്രി കൂടും, PDPയുമായും മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSSുമായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്.